ചേച്ചിക്ക് എന്നാ മേലായിന്നാണ്? എനിക്ക് സ്ട്രോക്ക് വന്ന 1.5 വർഷമായി. എന്നെ ഹാർട്ടിന് അസുഖം, കിഡ്നിക്ക് അസുഖം എല്ലാം ഉള്ളതാ. ഇപ്പം പിന്നെ ആശുപത്രി മിക്കവാറും ഈ കാരിത്താസില ഈ കഴിഞ്ഞ ആഴ്ചയിലും അവിടെ പോയി കിടന്നേച്ച് വന്നതാ. വണ്ടി വിളിച്ച ഒരു മനുഷ്യര് വരികയില്ല. ഓരോ ഓട്ടം. പിന്നെ ഈ ഇതിലൂടെ വന്ന എനിക്ക് ഇരുന്ന് പോകാനും പറ്റത്തില്ല. അറിയാം, അത് വയ്യാതെ വന്ന ഇവിടെ ഈ കിടപ്പേ ഉള്ളൂ, നമുക്ക് പോകാൻ പറ്റത്തില്ല. അങ്ങനെ ഇത് ഈ വഴി ഉണ്ടാക്കണം. കണ്ടില്ലേ കിടക്കുന്ന വണ്ടിക്കാരെ വിളിച്ച അവര് പറയും ഈ ഭാഗത്തേക്ക് അതുപോലെ വഴി കിടക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. അതെങ്ങനെയാലും നമുക്ക് വഴി ശരിയാക്കാനുള്ള നടപടി ചെയ്യാം നമുക്ക്. പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാൻ പരിയാരത്തൊരു പരാതി, 10-200 വീട്ടുകാർ താമസിക്കുന്നിടത്ത് അവിടുത്തെ വഴി മുഴുവൻ പോയി കിടക്കുന്നത്. അപ്പം അവരെന്നെ വിളിച്ചതാണ്. അപ്പം നമുക്ക് അവിടം വരെ പോയി ആ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഇത് ചക്കഞ്ചിറ കവലയാണ്. ചക്കഞ്ചിറ കവലയിൽ നിന്ന് നമ്മൾ നേരെ പോവുകയാണ്. പരിയാരം SNDPയുടെ മുൻവശത്തോടുകൂടി നമ്മൾ സ്വല്പം മുന്നോട്ട് പോകുമ്പോഴത്തേന് ഇവിടെ നിന്ന് ഇടത്തോട്ടാണ് തിരിഞ്ഞ് ചെല്ലേണ്ടത്. അവർ അവിടെ നിൽക്കാമെന്നാണ് പറഞ്ഞത്. അപ്പം ഈ വഴിയാണ്. അപ്പോൾ ഇവിടം തൊട്ടേ വഴി മോശമാണ്. ഇത് വർഷങ്ങളായിട്ട് ഇങ്ങനെ കിടക്കുന്നതാണ്. അതുപോലെ നമ്മുടെ ജലജീവൻ്റെ പൈപ്പിൻ്റെ കുഴിയെടുത്ത് പോയതാണ്. നമ്മുടെ പുതുപ്പള്ളി ഭാഗത്താനം മുഴുവനും റോഡ് മുഴുവൻ പോയത് ഈ ഒരു പ്രശ്നത്തിലാണ്. അപ്പോൾ ഇതിലെ മുന്നോട്ട് പോകുന്നിടത്ത് എല്ലായിടത്തും കുറച്ച് മോശമുണ്ട് റോഡ്. അപ്പോൾ ഈ ഭാഗത്ത് വളരെ വർഷങ്ങളായിട്ട് ഈ ഭാഗം ഇങ്ങനെ തന്നെയാണ് കിടക്കുന്നത്. ഇവിടെ നാട്ടുകാരെല്ലാം പല പ്രാവശ്യം അവിടെ മെയിൻ്റനൻസ് വർക്കെല്ലാം നാട്ടുകാർ തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. കുഴി വല്ലാതെ മോശമായിട്ട് തന്നെ കിടക്കുകയാണ് വർഷങ്ങളായി. എൻ്റെ പെങ്ങളെ കെട്ടിച്ചിരിക്കുന്ന ഈ സ്ഥലത്താണ്. അപ്പോൾ അങ്ങോട്ട് ഞാൻ പോകുമ്പം പണ്ട് കാലം തൊട്ട് ഇങ്ങനെ ഈ റോഡ് ഇവിടെ ഇത്ര ഭാഗം വളരെ മോശമായിട്ട് തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ സ്വല്പം മുന്നോട്ട് പോയി കഴിയുമ്പോഴത്തേന് പിന്നെ ഇവിടുന്ന് ഒരു കടമുറിയുടെ അവിടുന്ന് വലത്തോട്ടുള്ള വഴിയാണ്. ഈ വഴിയാണ് കയറി ചെല്ലാൻ പറഞ്ഞത്. അപ്പം ഇത് വളരെയേറെ മോശമായിട്ട് ഇത് കുറച്ചാണ് മുമ്പ് ഇങ്ങനെ തന്നെ കിടക്കുകയായിരുന്നു. ഞാൻ ഒരു പ്രാവശ്യം ഇവിടെ ഒരു മരണത്തിന് വന്നായിരുന്നു. അന്ന് അവിടെ വന്ന ആൾക്കാർക്കെല്ലാം പരാതിയായിരുന്നു. അത്രയ്ക്ക് മോശമായിരുന്നു. നിങ്ങൾക്ക് കാണുമ്പം തന്നെ അറിയാം. അതും അവിടെയും പൈപ്പിൻ്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു. ജലജീവൻ്റെ പൈപ്പ് എടുത്തു പോയതാണ് ഈ വഴിയെല്ലാം പോയത്. അപ്പോൾ അവിടെ പൈപ്പ് ഇട്ട് പോയെന്നാണ് അവരെ വിളിച്ചപ്പം പറഞ്ഞത്. അപ്പം അത് കഴിഞ്ഞപ്പോൾ പിന്നെ ബാക്കിയുള്ള മെയിൻ്റനൻസ് വർക്കാണ് അവിടെ നടക്കേണ്ടത്. അപ്പം ഇവിടം തൊട്ടാണ് വഴി പോയി കിടക്കുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇവർ നാട്ടുകാർ ഒരു വിധത്തിലും സഞ്ചാരയോഗ്യമല്ലാത്തതുകൊണ്ട് അവർ വഴി മുഴുവൻ വാഴ വെച്ചിരിക്കുകയാണ്. അപ്പം നമുക്ക് ആ കാഴ്ച ഒന്ന് കാണാം. പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പം നിൽക്കുന്നത് പരിയാരം ചക്കഞ്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. SNDPയുടെ പുറകുവശത്താണ്. ഇവിടെ 10-200 വീട്ടുകാർ താമസിക്കുന്നിടത്ത് ഒരു വഴി പോലും സഞ്ചാരയോഗ്യമല്ല. ജലജീവൻ മിഷന്റെ പൈപ്പിന്റെ വേണ്ടി കുഴിയെടുത്ത് റോഡ് മുഴുവൻ പോയതിനു ശേഷം യാതൊരു മെയിൻ്റനൻസ് വർക്കും നടത്തിയില്ല. അതിനുശേഷം സഞ്ചാരയോഗ്യമല്ലാത്തതിനാൽ മുഴുവൻ വാഴ വെച്ചിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. അപ്പം അവരെന്നെ വിളിച്ച് പറഞ്ഞു, ഇവിടെ കുറേ വീട്ടുകാരുണ്ട്, അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു വിധത്തിലും ഞങ്ങൾക്ക് ആശുപത്രി പോലും പോകാൻ പറ്റുന്നില്ല. അതുപോലൊരു അവസ്ഥയില്ല. കാരണം വണ്ടി താഴ്ന്നു പോകും. അവിടെ ചതുപ്പുന്നലാണ്. അപ്പം ഉണ്ടല്ലേ, നിങ്ങൾക്ക് കാണാം അവിടെ വെള്ളം ഒഴുകി. തൊട്ടിപ്പുറം ഓടയുണ്ട്. നമ്മുടെയൊക്കെ റോഡിൻ്റെ നിർമ്മാണത്തിൻ്റെ അപാകത കൊണ്ടാണ് വെള്ളം അതിലല്ല പോകുന്നത്. കരയ്ക്കൂടെ പോകുമ്പോഴാണ് ഈ റോഡ് കണ്ടില്ലേ അവിടെ എല്ലാം ഇരുത്തിപ്പോയിരിക്കുകയാണ്. അപ്പം അതുകൊണ്ടാണ് റോഡ് ഇത്രയ്ക്കും പോയത്. അപ്പോൾ ഇതിലൊന്നും ഒരു കാരണവശാലും വണ്ടി പോകത്തില്ല. അപ്പം നമുക്കിവിടെ നാട്ടുകാരെല്ലാം ഉണ്ട്. അതുകൊണ്ട് ഈ വഴി മുകളിലോട്ടുള്ള ഈ വഴി നമ്മുടെ ഒരു സുഹൃത്ത് വിപിൻ്റെ വീട്ടിലോട്ടുള്ള വഴിയാണ്. അതും പോയി കിടക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ നാട്ടുകാരുടെ പ്രതികരണം നോക്കാം. അപ്പോൾ ഇവിടുന്ന് പേരുകുന്നലോട്ടുള്ള വഴികളെ എല്ലാം ഏത് വഴി അങ്ങോട്ട് അവർക്കും കടന്നു പോകാൻ പറ്റത്തില്ല. ഈ വഴിയും പോയി കിടക്കുകയാണ്. ഇതിലെ ഒരു ഓട്ടം വരികയല്ല. പിന്നെ ഇതിലൂടെ വന്നാൽ കൈനപ്പാത്തിയുള്ള ഒരു മനുഷ്യൻ ഇങ്ങോട്ട് വരിക. പിന്നെ ആ തോട്ടയ്ക്കായിട്ടുള്ള ചില 1-2 ഒരു ആൾക്കാരുണ്ട്. അവർ ഈ ഇരകറ വഴി വന്നാൽ അവിടെ കൊണ്ട് നിർത്തിയിട്ട് പിന്നെ ഇറങ്ങിപ്പോ പിന്നെ നമ്മൾ എടുത്തോണ്ട് പോകണം. ഇത് എത്ര നാളാണ് ഇങ്ങനെ കിടക്കാനുണ്ട് ഈ വഴിയോ? ഈ വഴി ഇപ്പൊ ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് ഒരു കുറഞ്ഞൊരു 12-13 വർഷമെങ്കിലും ആയിട്ട് ഇങ്ങനെ തന്നെ നമ്മള് ഗോപിദാസ് മരിച്ചുപോയ ആ സമയത്ത് ഇതിങ്ങനെ കിടക്കുക. അപ്പോൾ ഇത് മെമ്പറോട് പരാതി പറഞ്ഞിട്ട് എന്നാ പറയുന്നത്? മെമ്പറോട് പറഞ്ഞു. പരാതി പറയുമ്പോഴത്തേനും പറയാം ഇപ്പൊ ശരിയാക്കാം നാളെ കഴിഞ്ഞ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അടുത്ത ആഴ്ച വരും,
ഇതൊക്കെ വരും. ഇത് വാഗ്ദാനം പഞ്ചായത്തിന് എത്രാം വാർഡ് ചേട്ടാ? ഇത് 5-ാം വാർഡ്. 5-ാം ഇതിപ്പോ ഒരു ടിപ്പർ ലോറിക്കൊക്കെ ഉണ്ടല്ലോ, ഒരു 4-5 ലോറും മക്ക് കൊണ്ട് ഇറക്കിയെങ്കിൽ ഇതുകൊണ്ട് അത് തന്നെയല്ല ആ SNDP അവിടെ ഇങ്ങോട്ട് പോകുന്നേ, ഒരു വണ്ടിയെ പോകുന്നേ. ഈ എഞ്ചിനീയർമാർ ഇങ്ങനെയാണ് വഴി ഉണ്ടാക്കുന്നത്. എല്ലായിടത്തും പമ്പ് വെച്ചാണ്. ഇപ്പൊ ഈ കോൺട്രാക്ട് വന്നു കഴിയുമ്പോൾ അവിടെ ഇങ്ങോട്ട് ഇതിന്റെ മുകളിലോട്ട് വെച്ച് വെക്കും. ഇത് പിന്നെ ഇവിടെ പൊങ്ങി നിൽക്കും. ഒരു വണ്ടിക്ക് നല്ല രീതിയിൽ പോകാൻ പറ്റിയല്ല. അങ്ങനെ ഇവർ എഞ്ചിനീയർമാർ വന്നുകൊണ്ട് നമ്മളെന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോൾ അവരുണ്ടല്ലോ നമ്മുടെ നേരെ തട്ടിക്കയറും. തട്ടിക്കറി ഇതൊക്കെ നമ്മുടെ അവകാശത്തിൽപ്പെട്ട കാര്യമല്ല. വഴി എന്ന് പറയുന്നത് സാറിന് നോക്കി ഇവിടുന്ന് അങ്ങോട്ട് എത്ര പമ്പുണ്ടെന്ന് നോക്കി. ഞാൻ കണ്ടു. അങ്ങനെയാണ് ഒരു എഞ്ചിനീയർ റോഡ് പണിയിപ്പിക്കുന്നത്. തട്ടിക്കൂട്ടി പണിതിട്ടിരിക്കുന്നത്. ഇതാ ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ. ഇതുകൊണ്ട് ഇതിപ്പോ ഇത്രയും ഭാഗം മാത്രം ഇതിങ്ങനെ തിരിച്ചിട്ടിരിക്കുക. ആർക്കെങ്കിലും ഒരു രോഗിയെ കൊണ്ട് നമ്മള് ഇത് പരാതിയൊക്കെ പറഞ്ഞോ? ഈ കഴിഞ്ഞ ദിവസം പരാതി പറഞ്ഞല്ലേ? കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു ഇത് 5-ാം വാർഡ് അല്ലേ? ഇവിടെ കഴിഞ്ഞ ആഴ്ച 2 മരണം ഇവിടെ ഉണ്ടായത്. ഒന്ന് അവിടെ ഇതിന്റെ ഈ വീടിന്റെ അപ്പുറത്ത് ഒരു മരണം, ഇവിടെ ഒരു മരണം. ഇവിടെ അകലെ നിന്ന് വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, SNDP ഒക്കെ അവിടെ വണ്ടി നിർത്തിയിട്ട് അവിടെ നിന്ന് നടന്ന ഇവിടെ വരുന്നത്. ഈ ഡെഡ് ബോഡി അവിടെ ശ്മശാനത്തിലോട്ട് കൊണ്ടുപോയി ഇവിടുന്ന് ചുമന്നോണ്ടാ പോയ ആൾക്കാര്. നേരത്തെയൊക്കെ ആംബുലൻസ് വിളിച്ച് അതല്ലേ കൊണ്ടുപോകുന്നത്. ഒരു ആംബുലൻസ് പോലും ഇങ്ങോട്ട് കയറി വരില്ല. പിന്നെ എങ്ങനെയാ ഇവിടെ ഇത് എത്ര നാളായി പറയാൻ തുടങ്ങിയത്? പാർട്ടി എഴുതി വരുമ്പോൾ തന്നെ അച്ചായ മച്ചായ എന്ന് പറഞ്ഞ് ഇവിടെ വന്ന് എല്ലാ വർഷവും ഓടിച്ചു കൊണ്ട് പോകുന്നുണ്ട്. അറിയോ? അതായി പരിപാടി. നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോൾ സ്വന്തക്കാരെ ബന്ധക്കാരാന്ന് ഇവിടെ താമസിക്കുന്ന വേറെ പാർട്ടിപ്പെട്ട ആൾക്കാരാന്നാ പറയാം. പാർട്ടി നോക്കിയല്ലോ നമ്മള് ജനങ്ങളുടെ ആവശ്യം നടത്തി കൊടുക്കുക, പിന്നെ കൊടുക്കാന്നുള്ളൂ. പിന്നെ ഒരു ഭാഗത്ത് മുഴുവൻ ഒരു കുടുംബങ്ങൾ തന്നെ താമസിക്കുന്ന പാവപ്പെട്ട ആൾക്കാർ, അവർക്ക് മാർഗം എന്ന് പറയുന്നത് ഈ വഴിയാണ്. അതിലൊരു റോഡുണ്ട്, അതിലെ പോലും മരത്തില്ല. മനസ്സിലായി. ഞാനിപ്പോ വണ്ടിയായിട്ട് കയറി വന്നപ്പോ എനിക്ക് മനസ്സിലായി അവിടെ എല്ലാം പോയി കിടക്കുന്നുണ്ട്. ഇവിടെ നടക്കുന്ന സംഭവം. പിന്നെ വോട്ട് ഈ ഭാഗത്തോട്ട് എന്നാ പറയാനാ അവര് കുടുംബ കേറാനേ അറിയാവുള്ള എല്ലാവർക്കും 2 വട്ടം മണ്ണെടുത്തിട്ട് ഇവന്മാർക്ക് എന്നെ പെമ്പറുടെ കുടുംബ ഞാനുണ്ടല്ലോ കേട്ടോ, 3 ലോഡ് മണ്ണ് ഇവിടെ അടിച്ചുള്ള ആളാ. എന്റെ പെങ്ങടെ പറമ്പിൽ നിന്ന് മണ്ണെടുത്തപ്പോ ഞാൻ 3 ലോഡ് മണ്ണ് അടിച്ച് ഞാൻ ഈ മെമ്പറോട് പറഞ്ഞ അവിടെ കൂടെ സെറ്റ് ചെയ്യാം. മെമ്പർക്ക് ഇവിടെ താല്പര്യം കുറവാ, ഈ ഭാഗത്ത് താല്പര്യം കുറവാ, വോട്ട് മാത്രം മതി. താല്പര്യക്കുറവെന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ ചേച്ചിയും കൂടെ ഉണ്ടായിരുന്നു. ഇവിടുത്തെ ചേച്ചി ഞങ്ങൾ വരുമ്പോ ഞങ്ങളുടെ പുറകെ പറഞ്ഞുകൊണ്ട് വരുവാ, മെമ്പറുടെ കുടുംബ കയറാനേ എല്ലാവർക്കും അറിയാവുള്ളൂ എന്നും പറഞ്ഞ് പറച്ചിലായിരുന്നു. ഞങ്ങൾ പിള്ളേരെ കേന്ദ്ര ഗവൺമെന്റിന്റെ ജൽജീവന്റെ പൈപ്പ് ലൈൻ വന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ ചോദിക്കുന്നത് മെമ്പറോട് ചോദിച്ചു, ഇത് ഈ പഞ്ചായത്ത് പണി മുടക്കി ഇട്ടിരിക്കുന്ന റോഡാണ്, റോഡുകളെല്ലാം കോൺക്രീറ്റ് ഇതെല്ലാം തല്ലിപ്പൊട്ടിക്കണമെങ്കിൽ പഞ്ചായത്തിന്റെ അനുമതി ഇല്ലാതെ നടക്കുമോ? ഇല്ല. കേന്ദ്ര ഗവൺമെന്റ് പഞ്ചായത്തിൽ അതിന്റെ എസ്റ്റിമേറ്റ് അനുസരിച്ച് ചെയ്തിരിക്കുക. അപ്പൊ അത് പിന്നെ ഇവര് മൂടി വെച്ച് പോയി കഴിയുമ്പോൾ പഞ്ചായത്ത് അത് ചെയ്തു തരണ്ടേ? പിന്നെ അവര് പറയുന്നത് അത് പഞ്ചായത്തിന് അങ്ങനെ എസ്റ്റിമേറ്റ് ഇല്ലെന്നാ പറയുന്നത്. പിന്നെ വഴി പൊട്ടിക്കാതെ വേറെ കയറി ജോലി ചെയ്യാൻ പറ്റുമോ? ഇത് പഞ്ചായത്ത് ചെയ്തിരിക്കുന്ന പൈസ മുടക്കി. അല്ല, അത് സഞ്ചാരയോഗ്യമാക്കി തരിക എന്നുള്ള കടമ പഞ്ചായത്തിനുണ്ട്. ഇത് പൊട്ടിക്കണമെങ്കിൽ പഞ്ചായത്തിന്റെ അനുവാദം ഇല്ല, അവർക്ക് പൊട്ടിക്കാൻ പറ്റത്തില്ല. ഗവൺമെന്റ് ചെയ്യാൻ പറ്റിയല്ലോ. അതിന് അവര് എഞ്ചിനീയർ വന്ന് എസ്റ്റിമേറ്റ് എടുത്ത് ആ തുക അവിടെ പഞ്ചായത്ത് കെട്ടിവെച്ചിട്ടുണ്ട്. വരുന്നതിന് മുമ്പേ പൈപ്പ് ഇട്ടിരിക്കുക. കാരണം ഒരു ടാങ്ക് വെച്ചിട്ട് വേണ്ട പൈപ്പ് ലൈനുള്ള കൊടുത്ത് എയർ കൊടുത്തതിന്. അല്ല, കുടിവെള്ളത്തിന് ഒരു സ്ഥലം എടുത്തിട്ടില്ലേ? ടാങ്ക് പണിതിട്ടേ ഇല്ല. പൈപ്പ് ലൈൻ ഇട്ട് വെച്ചില്ല. ലക്ഷക്കണക്കിന് രൂപയുടെ പൈപ്പ് ലൈൻ ഇങ്ങനെ ഓരോ സ്ഥലത്തും കൊടുത്തു. ഇനിയിപ്പോ ഈ വണ്ടി കയറി ഇതെല്ലാം പൊട്ടി കഴിയുമ്പോൾ പിന്നെയും മാന്തേണ്ട സ്റ്റേജ് വരും. എന്നാ പിന്നെ ഉദിക്കലൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവര് സ്ഥലം മേടിച്ച് ടാങ്ക് പണിതതിന് ശേഷം വഴി പൊട്ടിക്കായിരുന്നു ഇത്രയും പ്രശ്നം വരത്തില്ല. അവിടെ എല്ലാം ചെയ്തിട്ടുണ്ട്. ഇത് അല്ല, ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം വേണ്ട സ്ഥലങ്ങളിൽ സാമ്പത്തികമുള്ളവർ താമസിക്കുന്നിടത്തെല്ലാം ഇവർ ചെയ്തു കൊടുക്കുന്നുണ്ട്. പാവങ്ങളോടല്ല ഇവർക്ക്. ഉമ്മൻചാണ്ടി സാർ മരിക്കുന്നതിന് മുമ്പ് ഫണ്ടിൽ നിന്ന് MLA ഫണ്ടിൽ നിന്ന് ചെയ്ത 3 മാസക്കും കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ജലവൈദ്യുത പദ്ധതി അത് മുഴുവൻ കുത്തിപ്പൊട്ടിച്ചിരിക്കുക. അതിന്റെ ബാക്കിയായി ഇപ്പൊ ഇവിടെ വരെ വണ്ടി വരുന്നുണ്ട്. ഇതൊന്നും പഞ്ചായത്ത് ചെയ്യുന്നേ ഇല്ല. അവർക്ക് നേരെ ഇല്ല. അവരോട് ചോദിക്കുമ്പോൾ ഇത് അല്ല, അത് അവര് ചെയ്തു തരേണ്ട കടമയുള്ളതാ. ചെയ്തു തരേണ്ടതാ. അതിനുള്ള പണം അവര് മേടിച്ചിട്ട് വേറെ വക മാറ്റി ചെലവ് ചെയ്യും.
ഇപ്പോൾ ഒരു ആശുപത്രി കേസൊക്കെ വന്നാൽ നിങ്ങൾ പെട്ടുപോകും. ഒരു ഓട്ടോ വരിക എങ്ങനെ വരും? ഒരു ഓട്ടോ രണ്ട് മരണം അവിടെ വണ്ടി വെച്ചു ആ അതെ ഇതിനകത്ത് ഓട്ടോ അവിടെ ഇവിടെ ആളുകൾക്ക് വരാൻ ബുദ്ധിമുട്ടായിരുന്നു. 2 ദിവസം 2 പേരും ഒരേ ദിവസം മരിക്കും. ഞങ്ങളിവിടെ കണ്ട് അനുഭവിച്ച ത്യാഗങ്ങളെ ഞങ്ങൾക്ക് അറിയാം. അല്ല അത് നല്ല കാര്യം. മനുഷ്യൻ നടക്കാൻ മേലാത്തടത്ത് വാഴയെങ്കിലും ആയിക്കോട്ടെ എന്നുള്ള. എത്ര പേര് വണ്ടി താന്നിട്ട് ഓരോരുത്തർ എന്ന് വലിച്ചു പൊക്കി കയറ്റുക, അല്ലാതെ ഈ വഴിക്ക് വേറെ വ്യത്യാസമുണ്ട്. ഈ വഴി അവിടെ നിന്ന് ഇവിടം വരെ ഇത് ബ്ലോക്കിന്റെ ഇതിലാ വെട്ടിയത്. അരിയൻ റോഡാണ്. ഇത് പഞ്ചായത്ത് റോഡ്, ഇത് അരിയൻ റോഡുമായിട്ടാണ് അന്ന് ഇത് വെട്ടിയത്. അപ്പൊ ബ്ലോക്കിൽ നിന്നാണ് ഇതിന്റെ അന്നത്തെ ഈ ചെലവ് നടത്തിയിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ടാണ് ഇത് പഞ്ചായത്തിലേക്ക് വന്നിരിക്കുന്നത്. അപ്പം ഇതിവിടെ MLA റോഡെന്നും പറയുന്നുണ്ട്, ബ്ലോക്ക് റോഡെന്നും പറയുന്നുണ്ട്, പഞ്ചായത്ത് റോഡെന്നും പറയുന്നുണ്ട്. എന്തെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് വണ്ടി ഓടിക്കാനുള്ള. അതെ അതെ 300 ചില്ലുവാനും ഏത് രാഷ്ട്രീയ നമുക്ക് പ്രശ്നമില്ല. രാഷ്ട്രീയപരമായി വൽക്കരിക്കുന്ന കാര്യവുമല്ല. ഇവിടെ താമസിക്കുന്ന കേട്ടോ. രാഷ്ട്രീയപരമായ ഒരു ആശയങ്ങളില്ല. വാകത്താനം പഞ്ചായത്തിന്റെ 5ാം വാർഡ് ഫുള്ളായത് ഇവിടെയാണ്. ഈ 5ാം വാർഡ് എന്ന് പറയുന്നത് ഇതിന്റെ മൊത്തം ഏറിയയുടെ സെന്ററാണ്. അപ്പൊ നമുക്ക് ചേച്ചിമാരുടെ അഭിപ്രായം കൂടെ ഒന്ന് അറിയണ്ടേ. എന്നത് ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങളുടെ വഴി ശരിയാക്കി തന്നെ അതേ ഉള്ളൂ. ഞങ്ങൾക്ക് നടന്നു പോലും പോരാൻ പറ്റിയല്ല. ഒരു ഓട്ടോ പോലും, ഞങ്ങൾക്ക് ഒരു ഓട്ടോ പോലും ആരും ഓട്ടോക്കാര് പറയുന്നത് ഞങ്ങൾ 10-60 രൂപയ്ക്ക് ഞങ്ങൾക്ക് ശരിക്കും നടക്കാൻ പോലും വേണ്ട. കണ്ട് വഴിയുടെ അവസ്ഥയെല്ലാം കണ്ടു. ഇവിടെ അവഗണിച്ചിട്ടിരിക്കുക ഈ ഒരു റൂട്ടിങ്ങനെ. ഇത് 10-15 വർഷമായെന്ന് പറഞ്ഞു അല്ലേ. റോഡ് വെട്ടിയിട്ട് ഇപ്പൊ എന്നിട്ട് ഈ വഴിയും ഒരു വിധത്തിലും പോകാൻ മേലാത്ത പോലെ. പൈപ്പിന്റെ പണിയെല്ലാം തീർന്നല്ലേ ഇവിടെ? തീർന്നോ അല്ലേ? അപ്പൊ ഇവിടുന്ന് മുകളിലോട്ട് പോകുന്ന വഴിയാണ് അവർ കാണിക്കുന്നത്. അതും വളരെയേറെ മോശമായിട്ട് തന്നെ കിടക്കുന്നതായിട്ട് തോന്നുന്നു. പേരിക്കുന്നതിലോട്ട് ഉണ്ട്, നിങ്ങൾക്ക് കാണാം. ആ വഴിയെല്ലാം പോയി കിടക്കുകയാണ്. അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണ്. വഴി ഉണ്ട്, ഇതെല്ലാം പൈപ്പിട്ട് പോയിൻ്റെയാണ്. ഇവിടുന്ന് മുകളിലോട്ട് പോകുന്ന വഴിക്ക് നമ്മുടെ പരിയാരം SNDPയുടെ ശ്മശാനമുണ്ട്. അപ്പം അവർ എന്നോട് പറഞ്ഞത് കഴിഞ്ഞ ദിവസങ്ങളിൽ 1-2 അടക്കിന് മൃതദേഹമായിട്ട് വന്നിട്ട് വണ്ടി പോകുന്നില്ല, വണ്ടി വഴിയിലിട്ടിട്ട് അവിടുന്ന് ചുമന്നുകൊണ്ട് പോകുക എന്ന് പറഞ്ഞു. കാരണം ഏറെക്കുറെ ഒരു 1/2 കിലോമീറ്റർ ദൂരം ചുമന്നുകൊണ്ട് പോകേണ്ടതായിട്ട് വന്നെന്ന് പറഞ്ഞു, വഴി ഇതുപോലെ മോശമായി കിടന്നിട്ട്. അപ്പം അത് ഇവർ പറഞ്ഞ കാര്യം കണ്ടപ്പോഴത്തേന് സത്യമാണ്. ഞാനവിടെ അങ്ങോട്ട് പോകാം, നമുക്ക് ശ്മശാനത്തിൻ്റെ അവിടെ ഒന്ന് കാണാം. ഈ വഴിയെ ചെന്ന് കഴിയുമ്പോഴത്തേനാണ് ഉണ്ട്, ഇത് വഴി വളരെ മോശമായിട്ട് തന്നെ കിടക്കുന്നത് കണ്ടില്ലേ. ആ സൈഡെല്ലാം പോയി കിടക്കുകയാണ്. വണ്ടിക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. വണ്ടി ഇതുപോലുള്ള വഴിയിൽ എങ്ങനെ അവരെ ഓടാൻ പറ്റുന്നില്ല. ഓട്ടോ പോലും റോഡുകളിൽ പോകുന്നില്ലെന്ന് പറയുന്നത് വഴിയുടെ അവസ്ഥ കൊണ്ടാണ്. ഉണ്ടോ ഇപ്പം ഈ നമ്മളെ ചെന്ന് വരുന്നത് പേരിക്കുന്നേന്ന് വരുന്ന ശ്മശാനം റോഡാണ്, പരിയാരം SNDPയുടെ. അപ്പോൾ ഇവിടുന്ന് ഇടത്തോട്ട് തിരിയുന്നിടത്താണ് ശ്മശാനം. ഉണ്ടോ ഈ റോഡിൽ മുകളിൽ നിന്ന് വരത്തിലാണ്ട് മോളിൽ വണ്ടി ഇട്ടിട്ട് അവിടുന്ന് ബോഡി നമ്മുടെ മൃതദേഹം ഇവർ ചുമന്നുകൊണ്ട് വരിക എന്ന് പറഞ്ഞു. ഈ വഴിയെ നമുക്ക് അവിടെ കൂടെ നോക്കാം. ഉണ്ടോ അപ്പോൾ ഈ വഴിയെ ഉണ്ടോ, ശരിയാണ് അവർ പറഞ്ഞത് ശരിയാണ്, വണ്ടി പോരത്തില്ല. വണ്ടിക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതാണ് പരിയാരം SNDPയുടെ ശ്മശാനം. ഉണ്ടോ അപ്പം വാകത്താനം പഞ്ചായത്ത് അധികാരികൾ എത്രയും പെട്ടെന്ന് ഇവരുടെ ഈ ഒരു പരാതിക്ക് പരിഹാരം ഉണ്ടാക്കണം. കാരണം ഇത് അത്യാവശ്യമാണ്. ഒരു മൃതദേഹം കൊണ്ടുപോകാൻ പോലും പറ്റത്തില്ലാത്തൊരവസ്ഥയെന്ന് പറയുമ്പോൾ ഓർത്ത് നോക്കി. ഉണ്ടോ അപ്പോൾ അവിടെ എല്ലാം പോയി കിടക്കുകയാണ്. അപ്പം നമുക്ക് ഇവിടുത്തെ വാർഡ് മെമ്പറുണ്ട്, ബീന പ്രദീപ്. അപ്പം മാഡത്തിനെ നമുക്കൊന്ന് വിളിക്കാം, ഞാൻ ഒന്ന് വിളിക്കാം. എന്താ ഇവിടുത്തെ തീരുമാനം നമുക്കൊന്ന് നോക്കാം. കാരണം മെമ്പർക്ക് അറിയാമായിരിക്കുമല്ലോ ഇവിടുത്തെ അവസ്ഥയെല്ലാം മെമ്പർക്ക് അറിയാം. അപ്പോൾ നമുക്ക് മെമ്പറെ ഒന്ന് വിളിക്കാം. ഇത് പരിയാരത്തുനിന്ന് വരുന്ന മറ്റൊരു വഴിയാണ്. ഈ വളവിൻ്റെ അവിടെ നിന്നാണ് ശ്മശാനത്തിലേക്ക് പൊക്കോണ്ടിരിക്കുന്നത്. ഇവിടെ കുറച്ച് ഭാഗത്ത് ഈ വഴി നന്നാക്കിയിട്ടുണ്ട്, നല്ലപോലെ താഴെയെല്ലാം ടാർ ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ഇവിടമാണ് വളരെ ദുർഘടം പിടിച്ച് കിടക്കുന്നത്. ആണെന്ന് എല്ലാവരും വീഴ്ചക്കാരാ, അത് നമുക്ക് ശരിയാ. എന്തായാലും നമുക്ക് തീരുമാനം ഉണ്ടോ നോക്കാം അല്ലേ, ഉണ്ടാക്കണം. അപ്പോൾ ഇവിടുത്തെ വാർഡ് മെമ്പർ ബീന, അരുണിമ പ്രദീപ് എന്നാണ് പറയുന്നത്. ബീന എന്നെല്ലാവരും വിളിക്കുന്നത്. എങ്കിലും പുള്ളിക്കാരത്തി എൻ്റെ ഒരു ബന്ധുവും കൂടെയാണ്. അപ്പം ഞാൻ വിളിച്ചപ്പോഴത്തേന് എന്നോട് പറഞ്ഞത് വാത്താനം പഞ്ചായത്തിൽ ഈ പേരുക്കുന്ന് റോഡ്, നെല്ലിക്കുഴി പേരുക്കുന്ന് റോഡ്, ഇതിന് ഒരു റോഡിന് 3.5 ലക്ഷം രൂപയും നമ്മൾ കയറ്റം കയറി കണ്ടില്ലേ പേരുക്കുന്നിലേക്കുള്ള ആ റോഡിന് 2.5 ലക്ഷം രൂപയും പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഞാൻ അവതരിപ്പിച്ചത് പാസ്സാക്കിയതാണ്. അപ്പം ഇപ്പോഴത്തെ ഇലക്ഷൻ, അപ്പം അവിടെ ബാങ്ക് ഇലക്ഷൻ നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പ്രോട്ടോക്കോൾ അതൊക്കെയാണ്. പിന്നെ അത് തന്നെ കോട്ടയം ജില്ലയിൽ ഖനനം നിരോധിച്ചിരിക്കുകയാണ് ഈ മഴ വന്നപ്പോഴത്തേന്. അപ്പോൾ അത് കാരണമാണ് പണിക്ക് താമസം വന്നത്. അപ്പം 2 ദിവസത്തിനുള്ളിൽ ഇവിടെ ഈ റോഡിൽ മുഴുവൻ അവിടെ മക്കടിച്ച് റോഡ് വൃത്തിയാക്കും. പിന്നെ ഈ റോഡിൻ്റെ ഞാൻ വിളിച്ചപ്പോൾ തന്നെ മെമ്പർ എല്ലാ കാര്യം എന്നോട് വ്യക്തമായിട്ട് പറഞ്ഞു. ഇന്നപോലെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് പിന്നെ പഞ്ചായത്തിൻ്റെ ജലജീവൻ മിഷൻ്റെ പൈപ്പിൻ്റെ കുഴിയൊക്കെ എടുത്ത് പോയി, അത് എല്ലാം റോഡെല്ലാം പോയി കിടക്കുകയാണ്. അപ്പോൾ അത് ഉടനെ ഇത് ചെയ്തേക്കാമെന്നാണ് എന്നോട് മെമ്പർ പറഞ്ഞിരിക്കുന്നത്. പഞ്ചായത്തിൻ്റെ മുഴുവൻ തീരുമാനമായി നിൽക്കുന്ന കേസാണെന്ന് പറഞ്ഞു. അപ്പം ഈ മഴയൊന്ന് കഴിഞ്ഞ ഉടനെ റോഡ് പണി തുടങ്ങുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനെ ഒന്ന് പോയി കാണാം. അപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് താമസിക്കുന്ന കാടമുറിയിലാണ്. അപ്പം ഞാൻ മാഡത്തിൻ്റെ വീട്ടിൽ ചെന്നു. അപ്പോൾ ഇലക്ഷൻ്റെ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് തോട്ടയ്ക്കാട്ട് വീട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞത് ഈ നമ്മുടെ വാർഡ് മെമ്പർ പറഞ്ഞ പോലെ തന്നെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം പഞ്ചായത്തിൻ്റെ പരിഗണനയുണ്ട്. അപ്പം ഉടനടി ഇപ്പോൾ ഈ മഴക്കാലം കഴിയുമ്പം തന്നെ വഴി ശരിയാക്കുമെന്നാണ് പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത്. പ്രസിഡന്റും വാർഡ് മെമ്പറും ഉറപ്പ് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഉടനടി വഴി ശരിയാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നാട്ടുകാരുടെ പ്രശ്നങ്ങളെല്ലാം മാറുമെന്ന് തോന്നുന്നു.